ഹലോ, അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് പോകേണ്ടുന്നത് രാമോജി ഫിലിം സിറ്റിയിലേക്കാണ്. 9:30 അവിടെ ഓപ്പൺ ആവും. അപ്പോൾ ആ സമയം തന്നെ അവിടെ എത്തണം. അതിന് വേണ്ടിയിട്ട് 8:30 ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ ഭയങ്കര വൻ പ്ലാനിങ് ആയിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. 8:30 ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തന്നെ താഴെ എത്തിയത്. ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് വിട്ടിട്ടുള്ള കളിയൊന്നും ഇല്ലെന്നേ. കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ വന്നിട്ട് റെസ്റ്റ് പോലും എടുക്കാതെ ഒരു സ്ഥലം കാണാൻ ഇറങ്ങിയതല്ലേ. അതിൻ്റെ ക്ഷീണം നല്ലതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉറക്കമൊക്കെ നല്ലതുപോലെ തീർത്തിട്ട് രാമോജിലേക്ക് പോകാമെന്ന് കരുതി. കാരണം അവിടെ പോയാലും കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. പിന്നെ തെച്ചുട്ടനും അത്യാവശ്യം ഉറക്കമൊക്കെ കിട്ടിയിട്ട് പോകുന്നതായിരിക്കും ഞങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു റൂമിലെത്തി. 9:15 റെഡിയായി ഇറങ്ങി. ഒരു 1.5 മണിക്കൂർ എന്തായാലും ഇവിടെ നിന്ന് അവിടെ വരെ ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു 10:30 എത്തിച്ചേരുന്നതാണ് ഞങ്ങളുടെ ഒരു അനുമാനം. കഴിഞ്ഞ തവണ ഞങ്ങൾ ഹൈദരാബാദിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഞങ്ങൾ രാമോജി ഫിലിം സിറ്റി ലാസ്റ്റ് ഡേയിലേക്ക് കാണാൻ വെച്ചിരുന്നത്. ഞങ്ങൾ ഓർത്തു പിന്നെ അവിടെ കൂടി പോയാൽ എന്തുണ്ടാവും, കുറച്ച് ഫിലിം സെറ്റ് ഉണ്ടാവും, ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഉണ്ടാവും, അല്ലാതെ അതിന് കൂടുതൽ എന്തുണ്ടാവാനാണ്. ഇങ്ങനെയൊക്കെ കരുതി ഭയങ്കരമായിട്ട് ഞങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് ലാസ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ക്ഷീണമുള്ള ദിവസമായിരിക്കുമല്ലോ. ആ ദിവസത്തേക്ക് രാമോജി വെച്ചത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു തെറ്റുകളിലൊന്നായി പോയി. ഇപ്പോഴും ഞങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ട്. അപ്പോൾ അതുകൂടി തീർക്കാനാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. 5:30 മണിയാകുമ്പോൾ ക്ലോസിംഗ് ആണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞങ്ങൾക്ക് മാക്സിമം കണ്ടു തീർക്കണം. പാട്ടൊക്കെ കേട്ട് ഇത്ര നേരം തുള്ളിക്കൊണ്ടിരുന്ന ആൾക്കാർ ഞാൻ നോക്കുമ്പോൾ ഇതേ ഫ്ലാറ്റ് ബെസ്റ്റ്. അങ്ങനെ പ്രതീക്ഷിച്ച പോലെ തന്നെ 10:30 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രാമോജിയിലെത്തി. അയ്യോ, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴും ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. കാരണം ഞങ്ങൾ അന്ന് വന്നപ്പോഴത്തേക്കിനും ഈ ടിക്കറ്റ് കൗണ്ടറിലിരുന്ന ആൾ പറഞ്ഞു, നിങ്ങൾ ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടുത്തെ ഷോസിലൊന്നും കയറണ്ട, ഡയറക്റ്റ് സെറ്റുകൾ മാത്രം പോയി കണ്ടിട്ട് വരും, അതിനുള്ള ടൈമേ ഇനി ഉള്ളൂ എന്നൊക്കെ അന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആകെപ്പാടെ അയ്യടാന്നായിപ്പോയി. അപ്പോൾ ഇത്തവണയെങ്കിലും ഞങ്ങൾക്ക് ഒരുവിധമെങ്കിലും കവർ ചെയ്യാൻ പറ്റണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ എല്ലായിടത്തും ചൈൽഡ് ടിക്കറ്റ് കൊടുക്കുന്നത് വയസ്സ് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ രാമോജിയിൽ അങ്ങനെയല്ല, ഹൈറ്റ് വെച്ചിട്ടാണ്. 33 ഇഞ്ചിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ട, അവർക്ക് ഫ്രീ എൻട്രി ആണ്. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ 33 ഇഞ്ചിൽ താഴെ ആയിരിക്കുമെന്ന് കരുതി അയാൾ ജസ്റ്റ് ഒന്ന് അളവ് നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ നോക്കിയപ്പോൾ ഏതാണ്ട് 39 ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അത്രയും വിചാരിച്ചില്ല. അങ്ങനെ ചൈൽഡ് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഇതേ ബസ് കയറാൻ വന്നിരിക്കുകയാണ്. ബസ് കയറി എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയാണ് ശരിക്കുള്ള രാമോജി. ഞങ്ങളെടുത്ത ടിക്കറ്റിൽ വിന്റർ ഫെസ്റ്റ് ഡേ ടൂർ എന്ന് കണ്ടപ്പോൾ ഒരു ചെറിയ ലൈറ്റ് പൊട്ടി. കാരണം 5:30 മണിക്കാണ് സാധാരണഗതിയിൽ ഇവിടെ ക്ലോസിംഗ്. പക്ഷേ ഫെസ്റ്റിവൽ സീസണിൽ രാത്രി 9:30 മണിക്കായിരിക്കും ക്ലോസിംഗ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്ഥലം കവർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതറിയാൻ വേണ്ടി നമുക്ക് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുറേ ദൂരം വണ്ടി ഓടി ഇതേ നമ്മുടെ രാമോജിക്കുള്ളിലേക്ക് കയറിയിരിക്കുന്നു. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഒരു വിസ്മയ ലോകമാണ്. കയറുമ്പോൾ തന്നെ കാണുന്ന ഈ ഒരു സംഭവം നമ്മുടെ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമയിലെ സോങ് സീക്വൻസ് എടുത്ത സ്ഥലമാണ്. ഇതിനകത്ത് കയറി ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ഓഫ് ആക്കുന്ന കാര്യം നമ്മൾ മറന്നേ പോകും. അത്രയ്ക്കും അടിപൊളി. ഇത് ഫുള്ളായിട്ടൊന്നും കാണിച്ചു തരാൻ പറ്റില്ല, പക്ഷെ പറ്റുന്ന അത്രയും ഞാൻ ഷെയർ ചെയ്യും. ഉദയനാട് താരത്തിന്റെ സോങ് സീക്വൻസ് എടുത്ത സ്ഥലമാണിത്. നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് സ്പോട്ട് തപ്പുമല്ലേ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്പോട്ടും പെർഫെക്റ്റ് ആണ്. ഓരോ ഫ്രെയിമും അടിപൊളിയാണ്. ഇത് ഞാൻ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്താലോ വീഡിയോയിൽ കാണിച്ചാലോ ഒന്നും അത് കംപ്ലീറ്റ് ആവില്ല. നമ്മൾ ഒരു വട്ടമെങ്കിലും ഇത് നേരിട്ട് കണ്ട് തന്നെ ആസ്വദിക്കണം. ശരിക്കും ഒരു വണ്ടർലാൻഡ് എന്നോ മാജിക്കൽ വേൾഡ് എന്നോ ഒക്കെ പറയാം. ഇവിടെ കാണാൻ കുറേ ഉണ്ട്. എല്ലാം ഒന്നും നമുക്ക് ഒരിക്കലും ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാനേ കഴിയില്ല. ഒറ്റ ദിവസം മാത്രമേ നമുക്ക് രാമോജിയെ കാണാനുള്ളൂ എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണോ ഓരോ സെക്ഷനിലും നമുക്ക് ആവശ്യമുള്ളത് അത് മാത്രം പിക്ക് ചെയ്ത് കാണുക എന്നുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. ഞങ്ങൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കാണാൻ പറ്റാതെ പോയ ഐറ്റംസിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിലൊന്നാമതായി തന്നെ പറയേണ്ടത് ഷോസ് ആണ്. ഇവിടെ ഒരുപാട് ഷോസ് ഉണ്ട്. അതിൽ നിന്നും ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഷോസ് കാണാനായിട്ട് ഞങ്ങൾ വന്നു. ആദ്യം തന്നെ ഫിലിമി ദുനിയ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഷോ നിങ്ങൾ രാമോജിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് വന്ന് കാണേണ്ടതാണ്. കാരണം എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ ഇത്. ദച്ചോടിരുന്നത് സൺഗ്ലാസ് വെച്ച് കൊടുക്കാത്തെന്ന് വെച്ചപ്പോൾ ചേട്ടനെ കണ്ണാടി എടുത്ത് വെച്ച് കൊടുത്ത് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഈ ഫിലിമി ദുനിയയ്ക്ക് മാത്രം കയറാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ടൈം 30 മിനിറ്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അത്രയൊന്നും എടുത്തില്ല. ഞങ്ങൾക്ക് ഒരു 10-20 മിനിറ്റിനുള്ളിൽ അകത്ത് കയറാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറുമ്പോൾ അവിടെ കുറെ കളറുള്ള ലൈറ്റൊക്കെ ഇട്ട് വെച്ച് ഇരുട്ട് മുറി. ആദ്യമേ തന്നെ വരുന്ന എല്ലാവർക്കും അവിടെ നിർത്തിയൊരു ഫോട്ടോ എടുത്ത് തരും. എന്തിനാ ഫോട്ടോ എടുത്തുന്ന എപ്പോൾ തരുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ ഫോട്ടോ ഇത് കേട്ടപ്പോൾ ഞങ്ങൾ ചാടി വീണു. അത് കഴിഞ്ഞ് ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വീണ്ടും പകച്ചുപോയി. കാരണം പുറത്തുള്ള എൻ്റെ ഇരട്ടി ആളകത്തുണ്ട്. ക്യൂവിൽ നിന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് നിന്ന് ഈ ആൻറ്റി ഇവരുടെ കൈയൊക്കെ തട്ടി നിന്നപ്പോൾ ഞാൻ പറഞ്ഞു മോനെ കൈ കൊടുത്തോ, കുഴപ്പമില്ല. എങ്ങോട്ടാ തിരിഞ്ഞത് ചേട്ടൻ കാര്യം അറിയാൻ വേണ്ടി ആർക്കാ എന്ന് ചോദിച്ചതും ഈ ആൻറ്റി പേടിച്ച് കൈയും വിട്ടോടി. ഈ ക്യൂ ഇപ്പോഴൊന്നും തീരുമെന്ന് മനസ്സിലാക്കി ഞാൻ ആ ക്യൂവിൽ നിന്നുകൊണ്ട് തന്നെ അന്നത്തേക്കുള്ള യൂട്യൂബ് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഫിലിമി ദുനിയ കാണാനുള്ള വണ്ടിയിൽ കയറി. ഫാന്റാസ്റ്റിക് ആയിരുന്നു, ഫാന്റാസ്റ്റിക്. അതേ കുറഞ്ഞൊന്നും പറയാനില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ കണ്ട ഷോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോ. ഭയങ്കര
ഓരോ മുറിയുടെയും ആംബിയൻസിനനുസരിച്ച് കാറ്റും തണുപ്പും മഞ്ഞും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കുന്ന സംഭവം തീരാൻ പോവുക. അയ്യോ, പിന്നെന്ത് ചെയ്യാനാ, നമ്മൾ മനസ്സോടെ അവിടെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. ഓരോ സ്ഥലത്തും ആൾക്കാരുടെ ക്യൂ മാറിയിട്ട് വേണം നമുക്ക് ഫോട്ടോസ് എടുക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക്കും ഉണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു ഫാമിലി എന്നെ കൊണ്ടൊരു ഫോട്ടോ എടുപ്പിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഞങ്ങളുടെ ഒരു ഫോട്ടോയും ഞാൻ എടുപ്പിക്കും. അങ്ങനെ കിട്ടിയൊരു ഫോട്ടോയാണ് ഇത് കേട്ടോ. ഇനി ഇവിടെ നിന്നുള്ള എക്സിറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന മരത്തിന് സൈഡിൽ കൂടെയുള്ള വഴിയാണ്. ടച്ച് ചെയ്തോടാ, അച്ഛൻ ടച്ച് ചെയ്ത് നോക്കൂ. ഹായ് ടൈഗർ പറയൂ, ഹായ് ടൈഗർ പറയൂ. അവിടെ നിന്ന് നേരെ ഓടിയത് ഈ കാണുന്ന കളിപ്പാട്ടങ്ങൾക്കിടയിലേക്കാണ്. അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഈ എക്സിറ്റിനടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിലെ കൂടി ഇറങ്ങുന്ന കുട്ടികൾ അങ്ങോട്ട് തന്നെ ഓടിച്ചില്ലെന്ന്. പിന്നെ അവ സങ്കടം കാണിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ പോയി റേറ്റ് ഒക്കെ ചോദിച്ചപ്പോൾ ഉണ്ട് റീസണബിൾ റേറ്റ് ആണ് കേട്ടോ, അല്ലാതെ റാമോജി ആണെന്ന് ഓർത്ത് വലിയ കത്തി റേറ്റ് ഒന്നും അല്ല. ഇവൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടയിലോട്ട് കയറി ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ ടോയ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ടോയ്സ് എടുത്തിട്ട് അവിടെ നിൽക്കുന്ന കടക്കാരനോട് താങ്ക് യു അങ്കിൾ എന്ന് പറഞ്ഞാൽ മതി, നമുക്ക് സാധനം എടുത്തിട്ട് പോകാമെന്നാണ് ഇവൻ്റെ വിചാരം. അവിടെ നിന്ന് ഒരുവിധം ഇവനെയും വിളിച്ചുകൊണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കിനാണ് വേറൊരു കാര്യം മനസ്സിലാവുന്നത്. നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോ ഇല്ലേ, ആ ഫോട്ടോ നമുക്കിവിടെ പുറത്തുനിന്ന് കളക്ട് ചെയ്യാം. അവർ കുറേ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരും, അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അവിടെ നിന്ന് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഈ ആക്ഷൻ തിയേറ്ററിലേക്കാണ്. ഇവരാണ് ഈ നീല കവറും കൊണ്ട് നടപ്പാ, ഒരു തരത്തിൽ ഞങ്ങൾക്ക് തരുന്നില്ല. ഭയങ്കര വിശ്വാസമാണേ. ഇവിടെയും കുതിരയെടുപ്പിനുള്ള ആളുണ്ടായിരുന്നു. പെട്ടെന്ന് ഓടിയോടി ചെല്ലുന്നവർക്ക് പെട്ടെന്ന് തന്നെ സീറ്റ് പിടിക്കാം, അല്ലാത്തവർ നിന്ന് കാണേണ്ടി വരും. ഒരു സിനിമയിൽ സീൻ എടുക്കണ എങ്ങനെയാണെന്നും ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, സൗണ്ട് എഫക്ട്സ് ഒക്കെ കൊടുക്കുന്ന ഏത് രീതിയിലാണെന്നൊക്കെയാണ് ഈ പുള്ളിക്കാരൻ ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഓഡിയൻസിനിടയിൽ നിന്ന് 3 പേരെ ഈ പുള്ളിക്കാരൻ തന്നെ സെലക്ട് ചെയ്യും. Yeah, please join the stage. Let me introduce myself. My name is Umakant and I'm the director of the show here. मेरा नाम उमाकांत है, मैं शो के लिए डायरेक्ट हूँ. Everyone join your hands and welcome him on the stage, please. Yeah, madam both on red bikes. Sir on the yellow bike. On the yellow bike. Sir focus on the camera. सिर्फ कैमरा को देखना है. You need to raise the bikes. Raise the bikes, please. Left, right, bend the bikes. No need to bend anyone. Sit straight. अभी आप तीनों चोर हैं. बैंक रॉबर्स. मैडम हंसना मना है, डरना जरूरी है. Okay? On the camera. जब मैडम सीधा कैमरा को देखिए, raise the bike, sir. Look at the camera and raise the bike. Raise the bike. Very good, very good. We got the background. Raise the bike. That's it. Very good. So focus on the camera. Look at the camera. या पीछे देखिए मैडम, पीछे देखिए. Look at back. मैडम इतना अलग से नहीं देख सकता. चोरी का सीन. Done the shooting, sir. Thank you so much. Now we can leave the stage and take the costumes. Thank you so much. ഇനി അടുത്ത ഹോളിലേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ് സദ്യാലയത്തിലേക്ക് ഓടുന്ന വെപ്രാളത്തിൽ എല്ലാവരും കൂടെ കൂട്ടയോട്ടം സീറ്റ് പിടിക്കാൻ. Rain sounds with the sand and cover. Now last but not the least here. പിന്നീട് വീണ്ടും ഈ ഓഡിയൻസിനിടയിൽ നിന്ന് 4 പേരെ വിളിച്ച് നേരത്തെ എടുത്ത വീഡിയോയിൽ സൗണ്ട് എഫക്ട്സ് കൊടുക്കുകയായിരുന്നു. പിന്നീട് വീണ്ടും അടുത്തൊരു ഹോളിലേക്ക് പോയി ഇപ്പോൾ ഷൂട്ട് ചെയ്ത സീൻ അതിൻ്റെ സൗണ്ട് എഫക്റ്റുകളോട് കൂടി നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണിച്ചു തരികയാണ്.
watching, you exit from the right side. Have a wonderful day. അങ്ങനെ നോക്കണം മക്കളെ, തിരിച്ചു പോയി അല്ലെങ്കിൽ സൺലൈറ്റ് അടിക്കും. കവർ മേടിക്കുക, കവർ അമ്മ പിടിക്കാം. നിങ്ങളെ വിശ്വാസം ഇല്ലാത്ത ഇമാരി കാര്യത്തിലൊന്നും വിശ്വാസമില്ല. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടു മക്കളെ, തെച്ചു അച്ഛൻ മോനാണോ അമ്മ മോനാണോ? അച്ഛൻ മോന, അതിനകത്ത് അച്ഛൻ മോനോ? ആരാണ്? എങ്ങനെ ഇരിക്കണ്? അതൊക്കെ അപ്പോഴേക്കും നമുക്ക് ചെറിയ വിഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സമയം കുറച്ചായി, പക്ഷെ ഇനിയും കുറെ നടക്കാനൊക്കെ ഉള്ളത് കാരണം നമ്മൾ ഒരുപാട് ഹെവി ആയിട്ടൊന്നും കഴിക്കേണ്ടെന്ന് വെച്ചു. ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് വെച്ചു. അതുകൊണ്ട് തന്നെ നഗറ്റ്സും സാൻഡ്വിച്ചും ഒക്കെ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് തന്നെ ഉള്ളൂ. പാവം തെച്ചൂട്ടൻ പക്ഷേ കൊള്ളാന്നൊക്കെ പറഞ്ഞ് കഴിക്കണ്ടായിരുന്നു. വിഷപ്പുണ്ടാവും. കൊള്ളാമോ? അതിനുശേഷം ചേട്ടൻ വാങ്ങിയ കോൾഡ് കോഫി ടേസ്റ്റ് ചെയ്യാനും പറഞ്ഞവ വാങ്ങിയിട്ട് പിന്നോട്ട് വിട്ട് കൊടുക്കണേ ഉണ്ടായിരുന്നില്ല. കൊള്ളാമോ? ഇത് കിട്ടത്തില്ല ചേട്ടായിരുന്നു. പോയി ചേട്ടന് കോൾഡ് കോഫി പോയി കിട്ടി. അതിനുശേഷം മതിയാവാഞ്ഞിട്ട് രണ്ടുപേരോട് വീണ്ടും ഓരോ കോൾഡ് കോഫി വാങ്ങി കുടിച്ചു. എനിക്ക് പിന്നെ ഈ കോൾഡ് കോഫി ഒന്നും സെറ്റ് ആവില്ല. നല്ല കടുപ്പത്തിലൊരു ചായ കുടിച്ചാലേ ഒരു ഗും വരുള്ളൂ. പിന്നെ അവിടെ വന്നിരുന്ന ഒരാള് ഇവന്റെ ഹെയർ കട്ടിനെ കുറിച്ച് കാര്യമായി ചോദിക്കുക. स्कूल नहीं है 10 days സൺ പോയില്ല. സൺ അവിടെ പോകുമ്പോൾ സണ്ണുണ്ട്, അവിടെ പോകുമ്പോൾ സണ്ണുണ്ട്. എവിടേക്കൊന്ന് ഫോട്ടോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു എത്തും പിടിയില്ല. അതിന് വേണ്ടിയിട്ടുള്ള സമയമില്ല. പക്ഷെ എന്നാലും പറ്റുന്നിടത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു. ഓക്കെ, ഈ ബ്ലൂ കളറിൽ കാണുന്ന ഫണ്ട് സ്ഥാനിലാണ് ഞങ്ങൾ അടുത്ത് കയറാൻ നോക്കിയത്. അപ്പോഴത്തേക്കിനും കൊണ്ട് സെക്യൂരിറ്റി പറഞ്ഞു അവിടെ 6:30 വരെ ഉണ്ട്, നിങ്ങൾ എന്തായാലും ബാക്കി സ്ഥലമൊക്കെ കവർ ചെയ്തിട്ട് വരാം. കുട്ടികൾക്കുള്ള സ്ഥലമാണത്. അതുകൊണ്ട് എനിക്ക് തെച്ചൂട്ടിനെ അവിടെ കൊണ്ടുപോകണമെന്ന് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇപ്പോൾ കയറി കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ മിസ്സാവും. 5:30 ക്ലോസ് ആവുന്ന വേറെ കുറേ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബാക്കി രാമോജി ടൂർ കംപ്ലീറ്റ് ചെയ്യാന്ന് കരുതി ബസ്സും കത്ത് നിപ്പായി. ഇപ്പോൾ കയറുന്ന രാമോജി ടൂറിന്റെ ബസ്സിൽ നമുക്ക് കുറേ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് കാണിച്ചു തരികയും നേരെ ഭാഗവതം സെറ്റിൽ കൊണ്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഭാഗവതം സെറ്റും ബാഹുബലി സെറ്റും ഹവാമഹലും മസ്കരി ഗാർഡനും ഞങ്ങൾ കഴിഞ്ഞ തവണ കണ്ടിട്ടുള്ളതാണ്. അത് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നെയുള്ളത് രാമോജി മൂവി മാജിക്കും രാമോജി അഡ്വഞ്ചറസ് സാഹസും യൂറോപ്യൻ സ്ട്രീറ്റുമാണ്. മൂവി മാജിക്കിലാണ് ഞങ്ങൾ രാവിലെ 2 ഷോസ് കണ്ടത്. ഇനിയും കുറച്ച് ഷോസ് ഒക്കെ ഉണ്ട്, പക്ഷേ എല്ലാം ഒന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ഇനി കുറച്ച് ഷൂട്ടിംഗ് സെറ്റ്സ് കണ്ടാലോ? From outside look like Delhi Mughal Garden and from inside look like Mysore Vrindavan Garden. PS1 movie Surya Vamsa movie shot here. Hindi Datti picture Hullala song shot here. Malayalam movie Darling Darling movie shot here. Angel Fountain. This is a heist fountain in the Ramoji Film City. All plans trembled in Amrita shape. Hindi movie Dilwale climax churches shot here. Dreamum Vekapam song shot here. Charishma Garden. One speciality in garden, the color of flowers according to the heroine's saree. For example, red saree, red flowers, yellow saree, yellow flowers. Dream of wake up song shot here. In this road, Tribhular movie heroine car purchase scene shot here. Amitabh Bachchan ka Haveli. Malayalam movie 2020 movie shot here. Meenamma Temple. Magadira movie hero bike race scene shot here. Etchy scene. If it is white color painted, it becomes Gurudwara. If it is girl color painted, it becomes Girl Dental. Acha Fatehpur Sikri. In this location, Tribhular movie, Bimla Naik movie, Janata Garage movie, Lucky Bhaskar movie, Matka movie shot here. Gateway of India. Agra to Mumbai, 2 minutes walkable distance in Ramoji Film City. Sam Singer I movie shot here. Outside Ladies Central Jail, inside Ladies Beauty Parlor. Hindi movie Badi Miya, Chote Miya, Chor Bachao, Singham Returns. Gabbar Singh, Guntur Kara movie, Pushpa 2 movie shot here. Gabbar Singh Police Station, Singham Return shot here. Pushpa movie also shot here. In this location, movie term shown has vegetable market and bus stop. Chandramukhi movie, Gunashekhar Dance Master House. Mandwa House Naik movie, Premadu movie shot here. Telugu movie Pushpa, Bahubali, Chennai Express movie shot here.
right side, hanging scenes and interrogations in shot here. Triple R movie, JLR movie, Pushpa 2 movie, Shurya Mamsha movie shot here. You on the right side, Terina movie, Mental Hospital. You on the left side, Drisya movie, Dead Body Scene shot here. Drisya movie, Police Station. അങ്ങനെ ഞങ്ങൾ ഭാഗവതം സെറ്റിൽ എത്തിച്ചേർന്നു. ഇനിയുള്ള രാമോജി വിശേഷങ്ങൾ പാട്ടുമായി നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.